മാറ്റമില്ല. മാസ്റ്ററിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ മത്സരത്തിന്റെ ചുണ്ടൻവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. അതായത് പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് ഇത്തവണ പ്രധാനമായും 6 ഹീറ്റ്സുകൾ അല്ലെ? അതെ, 6 ഹീറ്റ്സുകൾ. 5 ഹീറ്റ്സിൽ 4 ഹീറ്റ്സിൽ 4 ചുണ്ടൻ വള്ളങ്ങൾ വീതവും 5ാമത്തെ ഹീറ്റ്സിൽ 3 ചുണ്ടൻ വള്ളവും. ഏറ്റവും ഒടുവിലത്തെ ഹീറ്റ്സിൽ 2 ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരിക്കുന്നത്. അങ്ങനെ മൊത്തം 21 ചുണ്ടൻ വള്ളങ്ങളാണ് നെഹ്റു ട്രോഫിക്ക് വേണ്ടി ഇത്തവണ മാറ്റിവെക്കുന്നത്. 21 ചുണ്ടൻ വള്ളങ്ങളിൽ അതിൽ പ്രധാനപ്പെട്ടത് ഏതൊക്കെയെന്ന് ജയപ്രകാശ് ഏട്ടാ ഒന്ന് സൂചനപ്പെടുത്തേക്ക് ആദ്യം തന്നെ. അതെ, ജലചക്രവർത്തി കാരിച്ചാലുണ്ട്, ചമ്പക്കുളമുണ്ട്, പായിപ്പാടുണ്ട്, വിയ്യപുരമുണ്ട്, ജപകർത്തായങ്കരിയുണ്ട്, നിരണമുണ്ട്. അങ്ങനെ പുന്നമടക്കായലിൽ തുഴയെറിഞ്ഞ് ഇതിഹാസം രചിച്ച ആ കളിവള്ളങ്ങളാണ് ഇക്കുറി മാറ്റുരയ്ക്കുന്നത്. കഴിഞ്ഞ 20 ദിവസക്കാലമായിട്ട് അവർ അക്ഷയ പ്രയത്നം നടത്തി ട്രയലുമായി കടന്നുവരികയാണ്. അതുകൊണ്ട് തന്നെ മത്സരം ഗഡുഗഡുക്കും. ആരാണ് വിജയി എന്ന് പറയുവാൻ നിർവാഹമില്ലാത്ത തരത്തിലേക്കുള്ള പൊരിഞ്ഞ പോരാട്ടം. അക്ഷരാർത്ഥത്തിൽ പുന്നമട കായലിന്റെ കുഞ്ഞോളങ്ങളെ കീറിമുറിച്ചുകൊണ്ട് ഇക്കുറി ഇതിഹാസം രചിക്കുന്നവരെ ആരെന്ന് അറിയുന്നതിനു വേണ്ടി ഈ പുന്നമട കായലിന്റെ ഇരുകരകളിലും അങ്ങനെ ഹർഷാരവം മുഴങ്ങുകയാണ്. ആയിരങ്ങൾ, പതിനായിരങ്ങളല്ല, ലക്ഷങ്ങൾ അണിചേർന്നിരിക്കുന്ന നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഏതാണ്ട് മാർച്ചിൽ ഉടൻ തന്നെ ആരംഭിക്കാൻ പോവുകയാണ്. കാണികളുടെ ആരവം കേൾക്കുക. ഓരോ പ്രഖ്യാപനങ്ങൾക്കും ഓരോ മാസം തുടങ്ങി. ഇത് മാസ്റ്ററിന് തുടക്കമായിരിക്കുന്നു. നെഹ്റു ട്രോഫി ജലോത്സവത്തിലെ മാസ്റ്ററിലാണ് കാണുന്നത്. ഏറ്റവും പ്രധാനം ഈ കാണികളുടെ ആവേശമാണ്. എങ്ങനെ ചുണ്ടൻ വള്ളത്ത് ഓരോ അമരം മുതൽ അണിവരയിരുന്ന് അവർ തുഴകൾ എറിഞ്ഞ് തുഴകൾ മുകളിലേക്ക് ഉയർത്തി അവർ ആവേശം പ്രകടിപ്പിക്കുമ്പോൾ ജനങ്ങളാണ് ഉയരുന്നത്. ഒരു തുഴ പോലെ അവർ മുകളിലേക്ക് ഉയരുമ്പോൾ ജനങ്ങളുടെ ഹൃദയവും വികാരവും മനസ്സും ഒരേ സമയത്തിൽ മുകളിലേക്ക് പൊങ്ങുകയാണ്. അപ്പോൾ അതിനും എത്രയോ ഇരട്ടിയായിരിക്കും, 100 ഇരട്ടിയായിരിക്കും, അതിൽ ഏറെ 10,000 ഇരട്ടി, ലക്ഷക്കണക്കിന് ആരവങ്ങൾ ഉയരും. ഈ പുന്നമട കായലിന്റെ 2 കരകളിലുമായി തിങ്ങി നിറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ഞങ്ങൾ ഇരിക്കുന്ന ഈ റോസ് പവലിയനിലൊക്കെ ഒരു മണൽ വാരി എറിഞ്ഞാൽ വീഴാൻ ഇടമില്ലാത്ത തരത്തിൽ ജനങ്ങൾ തിങ്ങി നിൽക്കുന്നു. അതൊരു അതിശയോക്തിയല്ല, അതിശോക്തി പറയേണ്ട സാഹചര്യവുമില്ല. കാരണം ദൃശ്യങ്ങൾ അത് സ്പഷ്ടമാണ്, വ്യക്തമാണ്. എത്രമാത്രം ഗംഭീരമായി നടത്തുന്ന ഒരു ജലോത്സവം. ആ ജലോത്സവത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകളൊന്ന് അത് വെള്ളത്തിലേക്കല്ല, ഏറ്റവും മനോഹരമായ കാഴ്ച അത് കരയിലാണ്. ഈ ആരാധകരുടെ പിന്തുണയാണ്. ഒളിമ്പിക്സ് അതറിയപ്പെടുന്ന നെഹ്റു ട്രോഫി ജലോത്സവം 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവം. നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ 1952 മൺട്രോൺ തുരുത്തിലാണ് ആദ്യമായിട്ട് ഈ മത്സരവള്ളങ്ങളിൽ നടക്കുന്നത്. അന്ന് 1ാം സ്ഥാനം നേടിയത് നടുഭാഗം ചുണ്ടനാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആ വള്ളത്തിൽ ചാടിക്കേറുകയും ആവേശഭരിതരായി കടന്നുപോവുകയും ചെയ്തതിന്റെ സ്മരണ പുതുക്കുന്നതാണ് നെഹ്റു ട്രോഫി ജലോത്സവം. 1953 കളി നടന്നില്ല. 54 പുന്നമടയിലേക്ക് കളി മാറ്റി. അങ്ങനെ വെള്ളിക്കപ്പ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കയ്യൊപ്പ് വെച്ച ആ നെഹ്റു ട്രോഫിക്ക് വേണ്ടിയുള്ള 71ാമത് നെഹ്റു ട്രോഫി ജലമേള ഏതാനും നിമിഷങ്ങൾക്ക് തലം ജലരാജാക്കന്മാരുടെ തേരോട്ടവും പോരാട്ടവും ഇതിഹാസ ജാഞ്ചല്യമായ പോരാട്ടങ്ങൾക്ക് പുന്നമട സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. ഉറപ്പായിട്ടും പുന്നമട സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അനുപമമായിട്ടുള്ള ജലമേളയ്ക്കാണ്. ഇത് 71ാം പതിപ്പാണെങ്കിൽ കഴിഞ്ഞ 70 തവണയും ആവേശം അത് എത്രത്തോളമാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. അന്ന് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ ചുണ്ടൻ വെള്ളത്തിൽ കയറി നിന്ന് ആഘോഷ നൃത്തം ചവിട്ടിയപ്പോൾ പിന്നീട് കുട്ടനാടുകാർക്ക് ആഘോഷിക്കാനായി പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി അയച്ചു നൽകുമ്പോൾ അദ്ദേഹം മുൻകൂട്ടി കണ്ടത് എന്താണോ അതിലും എത്രയോ മുകളിലാണ് ഇപ്പോൾ ആരവമുയരുന്നത്. എത്രയോ മുകളിലാണ് ജനങ്ങളുടെ പിന്തുണ. അത് ദൂരദേശങ്ങളിൽ നിന്ന്, ദിക്കുകളിൽ നിന്ന്, നേരത്തെ ലീവ് എടുത്ത് വിദേശങ്ങളിൽ നിന്ന് വന്നെത്തുന്നവർ, അത് വിദേശികളുണ്ട്, നമ്മുടെ മലയാളികളായിട്ടുള്ള പ്രവാസികളുണ്ട്. ഇവരൊക്കെ കൃത്യമായി കണക്കാക്കുകയാണ്. നെഹ്റു ട്രോഫി വള്ളം കളിക്കാൻ നാട്ടിലെത്തുക, കുട്ടനാട്ടുകാർ പ്രത്യേകിച്ച് നാട്ടിലെത്തി അവരുടെ കരയ്ക്ക് വേണ്ടിയുള്ള വള്ളങ്ങൾക്കായി അണിനിരക്കുക. അതിൽ മേൽപ്പാടമെന്നില്ല, പായ്പാടമെന്നില്ല, അല്ലെങ്കിൽ നടുഭാഗമെന്നില്ല. ഏത് വള്ളങ്ങളാണോ അവർക്കെല്ലാം ഒരുപോലെയാണ്. ആലപ്പുഴ വിട്ട് ഈ ട്രോഫി പോകില്ല എന്ന് മാത്രമാണ് അവർ കരുതുന്നത്. പക്ഷെ ഇക്കുറി ചിലപ്പോൾ ആലപ്പുഴയും കടന്നു നീങ്ങാനുള്ള സാഹചര്യമുണ്ട്. കാരണം കരുത്തന്മാർ വളരുകയാണ്, കരുത്തന്മാരുടെ എണ്ണം കൂടുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിരിക്കും അത് നിരണം ബോട്ട് ക്ലബ്ബ് അല്ലെങ്കിൽ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ്. ഇതുപോലുള്ള ടീമുകൾ വൻ
പോരാട്ടം കാഴ്ചവെക്കുന്നു ഈ PBCക്കും അല്ലെങ്കിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനും വിയപുരത്തിനോ അല്ലെങ്കിൽ കൈനഗിരി UBC VBC കൈനഗിരി ടീമുകൾക്കൊക്കെ മുന്നിൽ വലിയ തോതിൽ അവർ മത്സരം കാഴ്ചവെക്കുന്നു. അതാണ് ഈ ജനമേളയെ ഒളിമ്പിക്സിന് തുല്യം. പല ദേശക്കാരാണ് ഒളിമ്പിക്സിൽ. ആ ഒളിമ്പിക്സിൽ എന്ന പോലെ ഒളിമ്പിക്സിന്റെ ഒരു സ്റ്റേഡിയത്തിൽ പല രാജ്യക്കാർ ഒരു കൊടക്കീഴിൽ അണിനിരക്കുന്നത് പോലെ ചുണ്ടൻവള്ളം കളിയുടെ ഈ ഓളത്തിൽ ഈ താളത്തിൽ അണിനിരക്കുന്നു പലയിടങ്ങളിൽ നിന്നുള്ള ചുണ്ടൻവള്ളങ്ങൾ ടീമുകൾ. അത് 21 ജലരാജാക്കന്മാരാണ് 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ അണിനിരക്കുന്നത്. അത് ആനാരിയുണ്ട്, വെള്ളംകുളങ്ങരയുണ്ട്, കരുവാറ്റ ശ്രീവിനായകനുണ്ട്, കാരിച്ചാലുണ്ട്, കരുവാറ്റ പുത്തൻചുണ്ടനുണ്ട്, ചെറുതനയുണ്ട്, നടുവില പറമ്പനുണ്ട്. അങ്ങനെ എണ്ണം തുഴഞ്ഞ് കഥ പറയുന്ന കുട്ടനാട്ടിലെ രാജാക്കന്മാരുടെ തേരോട്ടത്തിന് ഇതാ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. മാസ്റ്റിൽ ഇതാ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ജലഘോഷയാത്രയാണ്. ഈ വള്ളങ്ങൾ അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിച്ചേരുമ്പോൾ ഹീറ്റ്സ് മത്സരം ആരംഭിക്കുകയാണ്. ഒന്നാം ഹീറ്റ്സിൽ തുഴയെറിഞ്ഞ് കടന്നു വരുന്നത് ആരൊക്കെയാണ്? ഈ പുന്നമടക്കായലിൽ ഇതിഹാസം രചിച്ച ക്ലബ്ബുകൾ, ട്രോഫി നേടിയ ക്ലബ്ബുകൾ ഇക്കുറി അംഗത്തിനെത്തുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കുവാൻ നിർഗാവുമില്ല. 2017 ഹീറ്റ്സ് മത്സരത്തിൽ ഈ നെഹ്റു ട്രോഫിയിൽ ഹീറ്റ്സിൽ റെക്കോർഡ് വേഗം കുറിച്ച പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് പള്ളാത്തുരുത്തിയുടെ ആ ഒരു പോയിന്റ് നില മറികടക്കുവാൻ, ആ ചിത്രമൊന്ന് മാറ്റിമറിക്കുവാൻ ഇന്ന് വരെ ഒരു ക്ലബ്ബുകൾക്കും സാധിച്ചിട്ടില്ല. ഇക്കുറി അതിന് മാറ്റം വരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഉറപ്പായും അതികാത്തിരിപ്പിന്റെ ഏതാനും മിനിറ്റുകളാണ്. മിനിറ്റുകൾക്കകം തന്നെ ഈ ജലഘോഷയാത്രയ്ക്ക് ശേഷം ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കുന്നു. മാസ്റ്റിൽ കഴിഞ്ഞ് വള്ളങ്ങൾ ഒന്നൊന്നായി സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോവുകയാണ്. ചുണ്ടൻ വള്ളങ്ങൾ ഇതാ ഒന്നൊന്നായി അണിനിരന്ന് മെല്ലെ മെല്ലെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകുന്നു. ആ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നീങ്ങുന്ന വള്ളങ്ങളിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ട്രാക്കിൽ ഓരോന്നായി അണിനിരക്കുകയാണ്. ജയപ്രകാശ് കിരങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഒന്നാമത്തെ ഹീറ്റ്സിൽ നമ്മൾ അറിയാം കൈനഗിരി ടൗൺ ബോട്ട് ക്ലബിന്റെ ആനാരി ചുണ്ടൻ, സെന്റ് ജോസഫ് ബോട്ട് ക്ലബ് കായൽപ്പുറത്തിന്റെ വെള്ളംകുളങ്ങര ചുണ്ടൻ, മങ്കൊമ്പ് ബോട്ട് ക്ലബിന്റെ കരുവാറ്റ ശ്രീവിനായകൻ, കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ് പായിപ്പാടിന്റെ കാരിച്ചാൽ ചുണ്ടൻ. ഈ 4 സുപ്രസിദ്ധ ചുണ്ടൻ വെള്ളങ്ങൾ അണിനിരക്കുന്ന ഒന്നാമത്തെ ഹീറ്റ്സ് തുടങ്ങാൻ വെച്ചിരിക്കുന്ന സമയം 3 മണിയായിരുന്നു. ഏതാണ്ട് 15 മിനിറ്റ് ലേറ്റ് ആണ്. എങ്കിൽ പോലും ആവേശത്തിന് കുറവില്ല. ആവേശം അത് ഇരട്ടിയായി കയറുന്നതേയുള്ളൂ. ആവേശം പെരുമ്പറ കൊട്ടി കയറുന്നതേയുള്ളൂ. ഈ ഓരോ ആരാധകരുടെയും ചുണ്ടിലുള്ള ട്രംപറ്റ് പോലെ അതിങ്ങനെ കയറി വരികയാണ്. താളം മുറുകുകയാണ് ജയപ്രകാശ്. അതെ, ഒന്നാം ഹീറ്റ്സിൽ പറഞ്ഞതുപോലെ ആനാരി ഒന്നാം ട്രാക്കിൽ 20ാം നമ്പർ വള്ളം ആനാരി കൈനഗരി ടൗൺ ബ്ലോക്ക് തുഴയുന്ന ആനാരി ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ 2ാം ട്രാക്കിൽ 10ാം നമ്പർ വള്ളമാണ്